ശ്രീ ഗുരുഭ്യോ നമ. ഓം ഗണപതേ നമ. ഓം സം സരസ്വത്യേ നമ. യാ ദേവീ സ്തുയതേ നിത്യം വിബുധൈർവേദപാരകൈ സമേ വസതു ജിഹ്വാഗ്രേ ബ്രഹ്മരൂപേ സരസ്വതി. സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധകേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞ വയറും വേദാന്ത തുമ്പിക്കരം ബ്രഹ്മാണ്ടക്ഷികൾ സോമസൂര്യപ്രഭയും കണ്ടാലഹോ കൗതുകം. മിന്നും പൊന്നിൻ കിരീടം കപിലവസനവും ചുറ്റി കെട്ടിച്ചുറച്ചും കുന്നിൻ മാതുമടിത്തട്ടിലമരും ശ്രീ കുംഭിതുണ്ടം ഭജേ. കാർത്യായനീ മഹാമായേ ഭവാനി ഭുവനേശ്വരി സംസാരസാഗരേ മഗ്നം മാം ഉദ്ധര കൃപാമയീ. ബ്രഹ്മവിഷ്ണു ശിവാരാധ്യേ പ്രസീദ ജഗദംബികേ മനോഭിലഷിതം ദേവി വരം ദേഹി നമോസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ രാജേശ്വരി കൃഷ്ണൻ. നവരാത്രി കാലം വരവായി. ഇനി അടുത്ത 9 ദിനങ്ങളിലായിട്ട് സർവേശ്വരിയായ ജഗന്മാതാവായ ദേവിയെ പൂജിക്കുന്നു. അവസാന ദിവസം സരസ്വതി ദേവിയുടെ പൂജയോടുകൂടിയാണ് നവരാത്രി പൂജ സമാപിക്കുന്നത്. ആ നവരാത്രി എന്താണ്, എങ്ങനെയാണ് ദേവിയെ പൂജിക്കുന്നത്, ആ ദേവിയെ ഈ 9 ദിവസങ്ങളിലും ഏതേത് രൂപങ്ങളിലാണ് പൂജിക്കപ്പെടേണ്ടത്, അങ്ങനെ ദേവിയെ പൂജിച്ചാൽ എന്താണ് നമുക്ക് ഫലസിദ്ധി, ഇതെല്ലാം അറിയണം. എന്താണ് ആ നവരാത്രി മഹാത്മ്യത്തെ പറ്റി ആദ്യം കുറച്ച് സ്മരിക്കാം. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, ഇവ 3ഉം നമ്മിൽ നിറയുമ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാകുന്നത്. മഹാലക്ഷ്മിയായും മഹാസരസ്വതിയായും മഹാകാളിയായും പ്രത്യക്ഷപ്പെടുന്ന ദേവിയുടെ 3 ഭാവങ്ങൾ. ഒരേ ദേവിയാണ് എല്ലാം ഈ ലോകത്തിലെ ഒരേ ഒരു ശക്തി. അതാണ് നമ്മൾ പറയുന്നത് ആദിപരാശക്തി എന്ന്. നമ്മൾ ഒരു പേരിട്ട് വിളിക്കുകയാണ്. നമ്മൾ വിഷ്ണു ഇതിനെ പറഞ്ഞ പോലെ പരബ്രഹ്മം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ലോകത്ത് ദേവിയുടെ ആ അരൂപമായ ആ ഒരു ശക്തി പ്രഭാവം, ആ ശക്തിയിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ ചലിക്കുന്നത്. ആ ശക്തി ഇല്ലെങ്കിൽ ഒന്നിനും ചലനശേഷി പോലും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് നമ്മൾ എനിക്ക് ഒന്നിനും ശക്തിയില്ല എന്ന് അറിയാതെ പറയുന്നത് പോലും ആ ശക്തിയെ സൂചിപ്പിക്കുന്നത്. അറിയില്ല ആർക്കും അതെന്താണെന്ന്. എങ്കിലും ആ ശക്തി ഇല്ലെങ്കിൽ ഒരു ഉറുമ്പിന് പോലും അവിടുന്ന് അനങ്ങാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ഈ ദേവി ഉപാസനയിലൂടെ ഭോഗവും മോക്ഷവും നമുക്ക് ലഭിക്കുന്നു. എന്താണ് ഭോഗവും മോക്ഷം എന്ന് വെച്ചാൽ, നമ്മൾ മറ്റുള്ള പുരാണങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മോക്ഷമാണ് ലഭിക്കുന്നതെങ്കിൽ ദേവി ഉപാസനയിലൂടെ നമുക്ക് ഭോഗവും അതുപോലെ തന്നെ മോക്ഷവും ലഭിക്കുന്നു.
യത്രാസ്തി ഭോഗോ ന ച തത്ര മോക്ഷ, യത്രാസ്തി മോക്ഷ ന ച തത്ര ഭോഗ. ശ്രീ സുന്ദരീ സേവന തൽപരാണാം ഭോഗശ്ച മോക്ഷശ്ച കരസ്ഥ ഏവ ച. സുഖഭോഗങ്ങൾ കാക്ഷിക്കുന്നവർക്ക് മോക്ഷം അത് നേടാൻ അവർക്കാകില്ല. അതാണ് ഭൗതികവാദികൾക്ക് മോക്ഷം കിട്ടില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മോക്ഷം ആഗ്രഹിക്കുന്നവന് ഈ സുഖഭോഗങ്ങളൊന്നും ആവശ്യവുമില്ല, അത് കിട്ടുകയുമില്ല. എന്നാൽ ദേവി ഉപാസനയിൽ കൂടെ നമുക്ക് ഇത് രണ്ടും ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി അമ്മയെ പറ്റി പറഞ്ഞാൽ ഈ ഭുവനേശ്വരിയായ അമ്മ, ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന അമ്മ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് തൻ്റെ ഒരു ലീലയൊന്നോളം സംഹരിക്കുന്ന ആ ജഗദീശ്വരിയായ ആ അമ്മയുടെ വാസസ്ഥാനം മണിദ്വീപമാണ്. ആ മണിദ്വീപം വൈകുണ്ഠത്തിനും മീതെയാണ് എന്ന് പറയുന്നു. ഇതെല്ലാം വിശദമായി പറയുന്നുണ്ട് ദേവി ഭാഗവതത്തില്. ആ മണിദ്വീപത്തിൽ, അമ്മയിരിക്കുന്ന മണിദ്വീപത്തിന്റെ നടുവില് ആണ് ചിന്താമണി ഗൃഹം. ആ ചിന്താമണി ഗൃഹത്തില് 4 കാല് മണ്ഡപമുണ്ട്. അതിൽ 4 കാല് മണ്ഡപത്തിൽ എന്താണ്, ഓരോ മണ്ഡപത്തിന്റെ പേര് ശൃംഗാര മണ്ഡപം, മുക്തി മണ്ഡപം, ജ്ഞാനമണ്ഡപം, ഏകാന്ത മണ്ഡപം, ഇങ്ങനെ 4 മണ്ഡപങ്ങള്. ഈ 4ാമത്തെ മണ്ഡപത്തിലാണ് ദേവി ഇരിക്കുന്നത്. ആ ദേവിയാണ് ഭുവനേശ്വരി. അവിടെ ദേവി ശിവന്റെ അംഗത്തിൽ ഇരുന്നു കൊണ്ട്, നമ്മൾ പറയുന്നത് ശിവൻ ഇവിടെ വേറെ ഇതുണ്ടെന്ന് പറയുന്നു, പക്ഷെ സദാശിവനായ ഭഗവാൻ അതില് ദേവി ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഈ 3 പേരും ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എല്ലാവരും കൂടി ആ ദേവിയെ കാണാൻ പോണതും അവിടെ ശിവനിൽ ഇരിക്കുമ്പോഴും ഞാൻ ശിവൻ, ഇവിടെ ഒരു ശിവൻ എന്നെല്ലാം അവർ തമ്മിൽ പറയുന്നുണ്ട്. വേറെ വിഷ്ണുവിനെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊന്നുമല്ല, മണിദ്വീപത്തിൽ വസിക്കുന്ന ദേവി ആ സദാശിവന്റെ മടിയിലാണ്, അംഗത്തിലാണ് ഇരിക്കുന്നത്. എന്താണ്, അവിടെ ഇരുന്നു കൊണ്ടാണ് ദേവി ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്. ആ ദേവിയാണ് മൂലപ്രകൃതി. ഈ ദേവി മണ്ഡപത്തിന്റെ 4 കാലുകൾ എന്താണ്, ബ്രഹ്മാവ്, ലോകകർത്താവായ വിഷ്ണു, സംഹാരകർത്താവായ ശിവൻ, തിരോധാനകർത്താവായ ഈശ്വരൻ. ഈ 4 കാലുകൾക്ക് മുകളിൽ അവളെ ബന്ധിപ്പിക്കുന്ന സദാശിവ ബ്രഹ്മമാകുന്ന പലകയിലാണ്, ആ സദാശിവന്റെ അംഗത്തിലാണ് ദേവി ഇരിക്കുന്നത്. ഇതാണ് ദേവിയുടെ ആ വാസസ്ഥാനത്തിനെയും ദേവി ഇരിക്കുന്നതിൻ്റെയും ഒരു ചെറിയ ചിത്രമാണ്. അത് നമ്മൾ മനസ്സിൽ കാണുന്നതാണ്. കണ്ണിന് കാഴ്ചശക്തി, ചെവിക്ക് ശ്രവണശക്തി, നാവിന് ഭാഷണശക്തി, ബുദ്ധിക്ക് വിചാരശക്തി, മനസ്സിന് സങ്കല്പശക്തി, സൂര്യനും ദീപത്തിനും പ്രകാശശക്തി, വായുവിനെ വീശുവാനുള്ള ശക്തി, ബ്രഹ്മാവിനെ സൃഷ്ടിക്കാനുള്ള ശക്തി, വിഷ്ണുവിനെ രക്ഷിക്കാനുള്ള ശക്തി, അതുപോലെ ശിവനെ സംഹരിക്കാനുള്ള ശക്തി, ഇതെല്ലാം നൽകുന്നത് ഈ ദേവി തന്നെയാണ്. അതിനാൽ ആ ശക്തി സ്വരൂപിണിയെ നമുക്ക് നമസ്കരിക്കാം. ഈ വിശ്വത്തെ ഒരു വെറും ലീലയ്ക്കായിക്കൊണ്ട് സൃഷ്ടിച്ച് അതിനെ പരിപാലിച്ച് അതിനെ സംഹരിക്കുന്ന ആ ശക്തി സ്വരൂപിണിയെ ഞാൻ മനസ്സുകൊണ്ട് സ്മരിക്കുന്നു. ആദിപരാശക്തിയുടെ സൂക്ഷ്മരൂപമായ തേജസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ലോകരക്ഷയ്ക്കായിട്ട് ആണ് അമ്മ, ആ രൂപമില്ലാത്ത അമ്മ രൂപങ്ങളെ സ്വീകരിച്ചത്. സർവേശ്വരിയാണവള്. ദുഷ്ടരെ നിഗ്രഹിച്ച് സജ്ജനങ്ങൾക്കും ദേവന്മാരെയും രക്ഷിക്കുന്നവളാണവൾ. സർവശക്തി സ്വരൂപ, സർവസാക്ഷിണിയാണവൾ. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവരാശികളെയും സൃഷ്ടിച്ച് അതിൻ്റെ ഉള്ളിൽ എല്ലാ ജന്തുക്കളെയും അല്ലെങ്കിൽ എല്ലാ പ്രാണികളുടെയും വരെ ഉള്ളിൽ അന്തർയാമിയായി പ്രവേശിച്ചിരുന്നു കൊണ്ട് അവരുടെ എല്ലാത്തിനും ചേതന കൊടുക്കുന്ന ആ ശക്തി സ്വരൂപിണി, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവള്, ത്രിഗുണാത്മിക അമ്മ ഗുണം, അതായത് നിർഗുണയാണ്, എന്നാൽ സഗുണയുമാണ്. 3 ഗുണങ്ങൾ അടിസ്ഥാനത്തിൽ പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചവളാണ് അമ്മ. ലോകേശ്വരിയായ ജഗദംബികയായ ആ അമ്മയെ ഞാൻ സ്മരിക്കുന്നു. താൻ സൃഷ്ടിച്ചതിനെയൊക്കെ കാലമാകുമ്പോൾ സംഹരിക്കാൻ വേണ്ടി തമോ ഗുണപ്രധാനിയായ രുദ്രനെ അവൾ സൃഷ്ടിച്ചു. അതുപോലെ തന്നെ പരിപാലിക്കാൻ വേണ്ടി വിഷ്ണുവിനെ സൃഷ്ടിച്ചു.
ആ ജഗൽ മാതാവിനെ ഞാൻ മനസ്സാ സ്മരിക്കുന്നു. ആ ദേവിയുടെ കഥകൾ വിസ്തരിച്ച് പറയുവാൻ 1000 നാവിന് ഉള്ള അനന്തന് പോലും സാധിക്കില്ല. എങ്കിലും അതായത് ഒന്ന് മുകളിൽ നിന്നുകൊണ്ട്, ഒരു കടലിന്റെ അടിയിൽ മുത്തുകളെല്ലാം ഉണ്ടെന്നുള്ള, മുകളിൽ ഉണ്ട് എന്നുള്ള സ്മരണം നമുക്കുണ്ട്. അതൊന്ന് എത്തി നോക്കുക മാത്രമേ നമുക്ക് സാധിക്കൂ. സർവലോകത്തിനും ഈശ്വരിയാണ് ദേവി. ആദിശക്തി, മഹാശക്തി, നിർഗുണ, സഗുണ, സർവലോകേശ്വരി, എല്ലാവരുടെയും അമ്മയായി, വിദ്യയായി, ഭക്തർക്കെല്ലാവർക്കും അഭീഷ്ടത്തെ അല്ലെങ്കിൽ വരത്തെ ദാനമായി നൽകുന്നവൾ. അതുപോലെ തന്നെ അദുഷ്ടരെ ശിക്ഷിച്ച് ശിഷ്ടരെ പരിപാലിക്കാൻ വേണ്ടി അമ്മ ശൈവി, വൈഷ്ണവി, ബ്രാഹ്മി, വാരാഹി, അതുപോലെ വാരുണി, നാരസിംഹി, സാക്ഷാൽ മഹാലക്ഷ്മി, മഹാസരസ്വതി, ദുർഗ, ചണ്ഡിക എങ്ങനെയുള്ള 9 രൂപത്തെ സ്വീകരിക്കുകയാണ് അമ്മ. ഒരേ അമ്മയാണ് ഇതെല്ലാം ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി. അതാണ് നമ്മൾ സപ്തമാതാക്കൾ എന്നൊക്കെ പറയുന്നില്ലേ, ചില യുദ്ധത്തിന് ചില സഹായിമാരായിട്ട് അമ്മയുടെ ശരീരത്തിൽ നിന്ന് ഉണ്ടായതാണ് ഈ ശക്തികളെല്ലാം. ഇനി നവരാത്രി പൂജയിലേക്ക് ആദ്യം എന്താണ്, ആ ലോകേശ്വരിയായ, ആ ജഗൽ ജനനിയായ അമ്മയെ പ്രണമിച്ചുകൊണ്ട് വേണം അമ്മയുടെ ആ നവരാത്രി പൂജയിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് പ്രവേശിക്കാൻ. മാധർമേ മധുകടവ മധുകൈഡഭഗ്നിവൈഷ പ്രാണാപഹാരോദ്യമേ ഹേളാ നിർമ്മിത ധൂമ്രലോചനവദേ ഹേ ചണ്ഡമുണ്ടാർദിനി നിശേഷീകൃത രക്തബീജതനുജേ നിത്യേ നിശുംബാബഹേ ശുംഭധ്വംസിനി സംഹരാശുരിതം ദുർഗേ നമസ്തംബികേ. ഓം ദുർഗാദേവിയേ നമഃ. ലക്ഷ്മീ പ്രദാന സമയേ നവവിദ്രുമാഭാം വിദ്യാപ്രദാന സമയേ ശരദിന്ദു ശുഭ്രാം വിദ്വേഷി വർഗ വിജയോപിതമാല നീലാം ദേവീം ത്രിലോകജനനീം ശരണം പ്രപദ്യേ. ഓം മഹാദേവി നമഃ. ഋഷിതുല്യരായ ഒട്ടേറെ മഹാത്മാക്കളുടെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പവിത്രമാണ് നമ്മുടെ ഈ ഭാരതഭൂമി. ഈശ്വര ചൈതന്യത്തെ വിവിധ ഭാവങ്ങളിൽ ആരാധിച്ചു പോന്നിരുന്നു. എങ്കിലും ജഗദീശ്വരായ ദേവിക്ക് അതിൽ അത്യുത്കൃഷ്ടമായ സ്ഥാനമാണ് നൽകിയിരുന്നത്. ശക്തി സ്വരൂപിണിയായ പരാശക്തിയാണ് ഈ ജഗത്തിന് ആധാരം. ഇവിടെയുള്ള സർവപ്രാണികളും അമ്മയുടെ മക്കളാണ്. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ അവരുടെ ശക്തി സ്വരൂപിണികളോട് കൂടിയാണ്, അവരോട് ചേർന്ന് നിന്നുകൊണ്ടാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നത്. ഭക്തപ്രിയയും കാരുണ്യശാലിനിയും ഐശ്വര്യപ്രധാനിയും ജ്ഞാനസ്വരൂപിണിയുമാണ് ആ ജഗദംബിക. ആ അമ്മയെ 9 ഭാവങ്ങളില് നവരാത്രി ദിനങ്ങളില് ആരാധിക്കുന്നു. ഭാരതത്തില് നവരാത്രി മഹോത്സവമായിട്ടാണ് നടത്തുന്നത്. അത് പലയിടത്തും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. കേരളത്തിൽ അത് സരസ്വതി പൂജയ്ക്കാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനം. ദുർഗാപൂജയാണ് ഉത്തരേന്ത്യയിലെല്ലാം നടത്തുന്നത്. അതുപോലെ തന്നെയാണ് ദസറ, കൊലു, ഇങ്ങനെ പല പല പേരുകളിലാണെങ്കിലും ഇതെല്ലാം ഈ നാളുകളിലാണ് നടത്തപ്പെടുന്നത്. തിന്മയുടെ മേൽ നന്മയുടെ വിജയം, അതാണ് നവരാത്രിയുടെ സന്ദേശം അല്ലെങ്കിൽ നവരാത്രിയുടെ ആധാര ബിന്ദു. അശ്വിനി മാസത്തിലെ പ്രഥമ മുതൽ നവമി വരെയുള്ള 9 ദിവസങ്ങളാണ് നമ്മൾ നവരാത്രിയായിട്ട് ആഘോഷിക്കുന്നത്. ബംഗാളിൽ ദുർഗാപൂജയാണ്. ബംഗാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് ഈ ദുർഗാപൂജ. തമിഴ്നാട്ടിലാണെങ്കിൽ ഇതിനെ കുലു എന്നാണ്, ബ്രഹ്മകുലു. ഒരുപാട് ഈ എന്താണ് കൊലു എന്ന് പറഞ്ഞാൽ കുറേ പ്രതിമകൾ, എല്ലാം ചെറിയ ചെറിയ പ്രതിമകൾ കൊണ്ട് അവർ നിറയ്ക്കും ഇവിടെ. അങ്ങനെ അതാണ് കൊലു ഉത്സവമായിട്ടാണ് അവർ തമിഴ്നാട്ടിൽ. എല്ലാം ഇത് തന്നെയാണ്, പക്ഷെ പേരുകൾ പലതാണെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ കർണാടകത്തിൽ ഇതിനെ ദസറ എന്നാണ് പറയുന്നത്. ദസറ ആഘോഷങ്ങൾ വളരെ പ്രസിദ്ധി ആർജിച്ചതാണ്.
അത് മൈസൂരിലാണ് ഏറ്റവും കൂടുതലുള്ളതല്ല, അവിടെയല്ല ദേവിയുടെ ഏറ്റവും വലിയ ക്ഷേത്രമൊക്കെ ഉള്ളത് മൈസൂരിലാണ്. ഉത്തർപ്രദേശിലാണെങ്കിൽ ഇത് ദുർഗാപൂജയാണ്. അവിടെ 9 ദിവസം വളരെ വിശേഷമായിട്ടാണ് ഈ പൂജ. നമ്മുടെ ഇവിടെ 3 ദിവസം നടത്തണുള്ളൂ അവിടെ, പക്ഷെ 9 ദിവസവും അവിടെ ഉത്സവമായിട്ട് ആഘോഷിക്കുന്നതാണ് ഈ ഉത്സവം. നമ്മുടെ ഇവിടെ ആണെങ്കിൽ 3 ദിവസം. 3-ാമത്തെ ദിവസം സരസ്വതി പൂജ, അല്ലെ, മഹാനവമി, വിജയദശമി ദിവസം കുട്ടികൾക്കെല്ലാം ആദ്യാക്ഷരം, അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്നു കൊടുക്കുന്ന ദിനം. അതാണ് കേരളത്തിലെ ആ പൂജ. ശരൽക്കാല പൂജാവിധികളെപ്പറ്റി ഈ ജനമേജയന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആ വ്യാസൻ ഉപദേശിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി വിശദമായിട്ട് ദേവി ഭാഗവതത്തില് നവരാത്രി ഇതിനെ പൂജാവിധികളെല്ലാം പറ്റി, എങ്ങനെയാണ് നവരാത്രി പൂജ ചെയ്യേണ്ടതെന്ന് വരെയും ആ ജനമേജയന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വസന്തം, ശരത്ത്, ഈ 2 ഋതുക്കളും, അതാണ് ഇതിൻ്റെ എല്ലാ ഉത്സവങ്ങളും എന്തെല്ലാം നടത്തുന്നുണ്ട് അതിൻ്റെ പിന്നിലെല്ലാം ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇതെന്താണ് ഈ കന്നിമാസത്തെ നമ്മൾ ഈ ഇതില് ഈ 2 ഋതുക്കളും മനുഷ്യർക്ക് രോഗം, അല്ലെങ്കിൽ ഇപ്പോൾ രാമായണം വായിച്ചു കർക്കിടക മാസത്തിൻ്റെ എല്ലാം പറഞ്ഞു. അവിടെ എന്തുകൊണ്ടാണ് രാമായണം കർക്കിടക മാസത്തിൽ വായിക്കുന്നത്, അതിൻ്റെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ ഇതിലെ ഇപ്പൊ നവരാത്രി കാലത്ത് എന്തിനാണ് ഈ ദേവി പൂജ നടത്തുന്നത്? വേറെ ഒന്നും പറയുന്നില്ലല്ലേ. ദേവി പൂജയ്ക്കാണ് അവിടെ പ്രാധാന്യം. എന്തുകൊണ്ടാണ് ദേവിയെ നമ്മൾ ആ നവരാത്രികളിൽ ഈ മാസങ്ങളിൽ നമ്മൾ ദേവി പൂജ നടത്തുന്നത്, ദേവിയെ ആരാധിക്കുന്നത്, ദേവിയെ ഭജിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ആ മാസങ്ങളിലാണ് ഈ ശരീരത്തിന് ബലം കുറവായിരിക്കും, ശരീരത്തിൽ പല പല രോഗങ്ങൾ വന്ന് സംഭവിക്കും, അതുപോലെ തന്നെ പ്രകൃതിയിൽ പല നാശങ്ങളും സംഭവിക്കും. ഇതിനെല്ലാം തടുക്കാൻ ഈ ജഗദീശ്വരിക്ക് മാത്രമേ സാധിക്കൂ. അത് കാരണമാണ് അതിന് ആ ദേവിയെ എല്ലാവരും വളരെ ഭക്തിയോടുകൂടി നമ്മൾ എല്ലാ പൂജകളും ചെയ്യുന്നത്. ഈ മാസങ്ങളിൽ ദേവിയെ പൂജ ചെയ്ത് പ്രസാദിപ്പിക്കണം. അതുപോലെ തന്നെയാണ് ഈ ഇതിലെ കുമാരി പൂജ നടത്താറുണ്ട്. കുമാരി പൂജ എന്ന് വെച്ചാൽ ഇപ്പൊ നവരാത്രി നമ്മൾ നടത്തുന്നത് പോലെ തന്നെ 9 ദേവി, അതായത് 2 വയസ്സ് തുടങ്ങി 10 വയസ്സ് വരെ ഇടയ്ക്കുള്ള 9 കുമാരിമാരെ 9 രൂപങ്ങളിലെ ഓരോരുത്തർക്കും ഓരോ പേരുണ്ട്. അങ്ങനെയുള്ള കുമാരി പൂജ നടത്തുന്നത് വളരെ വളരെ വിശിഷ്ടമാണ്. ഒരു സ്ഥലത്ത് നമ്മൾ നടത്തുകയാണെങ്കിൽ, ഈ കുമാരി പൂജ നടത്തുകയാണെങ്കിൽ, ഈ നവരാത്രി ദിനങ്ങളിലെ ഈ കുമാരി പൂജ നടത്തിയാൽ അതിൻ്റെ 100 ഇരട്ടി ഫലം സിദ്ധിക്കും. അതിന് എന്താണ്, പല ഐതിഹ്യങ്ങളും ഇതിന് പറയുന്നുണ്ട്. ദുർഗാപൂജയ്ക്ക്, അല്ലെങ്കിൽ ദുർഗയെ നോർത്ത് ഇന്ത്യക്കാർ ദുർഗാപൂജയാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അതിനെന്താണ് കാരണം, എങ്ങനെയാണ് അതിന് ഒരു ഐതിഹ്യങ്ങൾ പറയേണ്ടത്. അതുപോലെ നമ്മൾ വേറൊരു ഐതിഹ്യം പറയുന്നത് മഹിഷാസുര മർദിനി, എല്ലാ ദേവിയുടെ ഏറ്റവും വലിയ ഏറ്റവും മനോഹരമായ രൂപമാണ് മഹിഷാസുര മർദിനി. ആ മഹിഷാസുരനെ വധിച്ച് ദേവകൾക്ക് എല്ലാ ആപത്ത് നീക്കിക്കൊടുത്തു വന്ന് കഴിയുമ്പോൾ അതിൻ്റെ സ്മരണയ്ക്ക്, അതായത് ഈ അസുരനെ നിഗ്രഹിച്ച് ദേവന്മാര് ദേവിയെ നല്ലോണം സ്തുതിക്കേണ്ട നല്ല ഭംഗിയായിട്ടുള്ള സ്തുതി ദേവി ഭാഗവതത്തില് അത് വായിച്ചാൽ തന്നെ നമ്മൾ എന്താണ് പറയുന്നത്, നമ്മളെ രോമാഞ്ചം ഉണ്ടാകുന്ന പറയാം. അത്ര വിശിഷ്ടമായതാണ് ദേവന്മാരുടെ സ്തുതി ദേവിയെ. ആ ദേവി അതിനെ അനുസ്മരിക്കാൻ വേണ്ടിയാണ് ഈ നവരാത്രി പൂജ എന്നാണ് ഒരു ഐതിഹ്യം. അതുപോലെ തന്നെ ഐശ്വര്യപ്രധാനിയായ ലക്ഷ്മി ദേവിയെയും വിജയദശമി നാളിൽ സരസ്വതി ദേവിയെയും ആരാധിച്ചു വരുന്നു. ആദ്യ 3 ദിനങ്ങളിൽ, ഇനി അതിൻ്റെ ഒരു ഇതിലേക്ക് എത്തി നോക്കിയാൽ 9 ദിവസമാണെന്ന് പറഞ്ഞു. ആദ്യത്തെ 3 ദിവസം മനുഷ്യന്റെ മനസ്സ് തമോ ഗുണപ്രധാനത്തിൽ ഇരിക്കുകയാണെങ്കിൽ അല്ലേ നമ്മൾ നല്ലത് വല്ലതും ചെയ്യോ. എല്ലാവരും ഉപദ്രവിക്കുന്നതും മനസ്സ് താമസ ഗുണത്തിലിരുന്നാൽ ചീത്ത ഇത് മാത്രമേ ചിന്തിക്കുള്ളൂ. അതുപോലെ മനസ്സാണ് എല്ലാം ചെയ്യിപ്പിക്കണത് അല്ലേ. മനസ്സിൽ നല്ല ചിന്തയുണ്ടായാൽ നല്ലതേ പറയൂ, നല്ലതേ പ്രവർത്തിക്കൂ. അപ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ആ നല്ലതിനെ അനുസരിച്ചായിരിക്കും. പക്ഷേ തമോ ഗുണം നമ്മുടെ മനസ്സിൽ ഏറി നിന്നാൽ നമ്മൾ അതനുസരിച്ചുള്ള പ്രവൃത്തികളായിരിക്കും ചെയ്യുക. അതുപോലെയുള്ള ആ വിചാരങ്ങളെ നമ്മുടെ മനസ്സിൽ വരൂ. അപ്പോൾ അങ്ങനെയുള്ള താമസ ഇതല്ല ഭാവം, അതാണ് മഹാകാളി. ആദ്യത്തെ 3 ദിവസം ആ ദേവിയെ പൂജിച്ച് നമ്മുടെ മനസ്സിൻ്റെ താമസ ഭാവങ്ങളെ അകറ്റി ആ മനസ്സിനെ രജോ ഗുണത്തിൽ എത്തിക്കുകയാണ്. 3 ഗുണങ്ങളല്ലേ ഉള്ളത്, താമസ ഗുണം, തമോ ഗുണം, രജോ ഗുണം,
സത്വഗുണം. ഇപ്പൊ ഈ സത്വഗുണത്തിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിച്ചാൽ മനുഷ്യർ നന്നായി. പിന്നെ എന്താ, ഇനി അതിൽ കൂടുതലൊന്നും വേണ്ട എന്നാണ്. അപ്പോ ആദ്യത്തെ 3 ദിവസം തമോ ഗുണം, അതിനെ ദേവിയെ മഹാകാളിയെ പൂജിച്ച് ആ 3 ഗുണങ്ങള്, ആ തമോ ഗുണത്തെ പറ്റി അടുത്ത 3 ദിവസത്തില് ആ രജോ ഗുണത്തിലേക്ക് എത്തിക്കേണ്ടതാണ്. മഹാലക്ഷ്മി പൂജയാണ്. അതില് നമ്മള് അതിൽ എന്താണ്, ദേവിയെ മഹാലക്ഷ്മി ആയിട്ടാണ് 3 ദിവസം. ആ 3 ദിവസത്തിൽ കൂടെ നമ്മുടെ മനസ്സ് അതിൽ നിന്നും ഉയർന്ന് സത്വഗുണത്തിലേക്ക് എത്തുകയാണ്. അടുത്ത 3 ദിവസമാണ് അതിൽ അവസാനം. ആ 3 ദിവസം നമ്മൾ ശക്തി സ്വരൂപിണിയെ പൂജിച്ച് അല്ലെങ്കിൽ ആരാധിച്ച് നമ്മുടെ മനസ്സ് ഏറ്റവും നല്ല ഇതിലേക്ക് എത്തിച്ചേരുന്നതാണ്. അറിവിൻ്റെ അല്ലെങ്കിൽ അന്ധകാരം, മനസ്സിൻ്റെ അന്ധകാരമാണ്, മനസ്സിൻ്റെ ഇരുട്ടാണ്. ആ ഇരുട്ട് അകറ്റണമെങ്കിൽ ദേവി തന്നെ വേണം. അപ്പോൾ ഈ 3 ഭാവങ്ങളിൽ 3 ദിവസം 6 ദിവസം കഴിഞ്ഞു കഴിയുമ്പോഴേക്കും മനസ്സിൻ്റെ ഇരുട്ട് മാറി അതിലേക്ക് സത്വഗുണം വരുമ്പോൾ അവസാനം ജ്ഞാനം ഉണ്ടാവണം. അതാണ് അവസാനത്തെ ദിവസം വിജയദശമിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. വിജയദശമി എന്ന് പറഞ്ഞാൽ സരസ്വതിയാണ്. അത് തന്നെ എന്താണ്, വെള്ളപ്പട്ടാണ് കൊടുത്തിരിക്കുന്നത്, വെള്ളത്താമരയിലാണ് ഇരിക്കുന്നത്. സരസ്വതി ദേവി പുസ്തകമായിട്ടാണ്, അറിവിൻ്റെ ദേവതയാണ്, ജ്ഞാനത്തിൻ്റെ ദേവതയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അന്ധകാരം എല്ലാം മാറി, അല്ലെങ്കിൽ രജോ ഗുണങ്ങളും താമസ ഗുണം എല്ലാം മാറി നമ്മൾ സത്വഗുണത്തിലേക്ക് മനസ്സെത്തിക്കുമ്പോൾ നമുക്ക് ഈശ്വരിയായ ജഗദീശ്വരിയായ സരസ്വതി നമുക്ക് ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ടാണ് ആ ദിവസങ്ങളിൽ, അവസാനത്തെ ദിവസങ്ങളിൽ, അവസാനത്തെ 3 ദിവസങ്ങളിലാണ് നമ്മളത് കേരളത്തിലെല്ലാം ആചരിക്കുന്നത്. നമ്മളുള്ള ആയുധങ്ങളെല്ലാം നമ്മൾ എന്തുകൊണ്ടാണോ ജീവിക്കുന്നത്, എന്ത് ജോലി എടുത്താണോ ജീവിക്കുന്നത്, അതിൻ്റെ എല്ലാം ആയുധങ്ങളും അവസാനത്തെ 3 ദിവസം നമ്മൾ ആരും അത് ഉപയോഗിക്കാറില്ല. അതെല്ലാം ദേവിക്ക് സമർപ്പിക്കുകയാണ്, പൂജയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. വിദ്യയുള്ളവൻ നമ്മുടെ പുസ്തകങ്ങളെല്ലാം ആ സരസ്വതിക്ക് പൂജയ്ക്ക് വയ്ക്കുകയാണ്. പൂജയ്ക്ക് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉപകരണങ്ങളല്ലേ, അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ ജീവിക്കുന്നതായ ഞങ്ങളുടെ എല്ലാ ഉപകരണങ്ങളും അത് പ്രവർത്തിപ്പിക്കാനുള്ളതും അതെല്ലാം നേടുന്നതിനുള്ള അറിവ് അമ്മയാണ് തരുന്നത്. ആ ജഗദീശ്വരി അമ്മയുടെ തിരുമുമ്പിൽ ഞങ്ങൾ ഇതെല്ലാം വെച്ച് നമസ്കരിക്കുകയാണ്. ഇനി ഇതെന്താണ്, വിജയദശമി ദിവസം അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ തിരിച്ചെടുക്കുകയാണ്. പുതിയ ഒരു ദിനം ആരംഭിക്കുന്നതാണ്, ജ്ഞാനത്തിന്റെ ദിനം ആരംഭിക്കുന്നതാണ് വിജയദശമി ദിവസം. അതെല്ലാം അതായത് എല്ലാം ഈ ലോകത്ത് കാണുന്ന എല്ലാം അമ്മയുടെ വരദാനങ്ങളാണ്. അതിനെ ഞങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അതിനുള്ള അനുഗ്രഹം, അതിനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണേ എന്നാണ് ദേവിയോട് വിജയദശമി ദിവസം നമ്മൾക്ക് സരസ്വതിയോട് പ്രാർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെയാണ് കുരുന്നുകൾക്ക് അക്ഷരം അല്ലെങ്കിൽ അറിവിൻ്റെ ലോകത്തേക്ക് ആ നാവില് ആദ്യാക്ഷരം കുറിക്കുന്നത് വിജയദശമി ദിവസമാണ്. അപ്പോൾ എന്തുകൊണ്ടും നവരാത്രി ദിനം ഏറ്റവും നമ്മുടെ ഭാരതത്തിൽ അതിനെ അറിഞ്ഞ് ആരാധിക്കണം. എന്തിനേയും അറിഞ്ഞു വേണം. ഇതായിക്കോട്ടെ, എന്ത് പുരാണങ്ങളായിട്ട് അതിനെ അറിഞ്ഞുകൊണ്ട് നമ്മളത് എടുത്ത് വെച്ചാൽ അതിന് ഏറ്റവും പ്രാധാന്യം ഏറിയിരിക്കും. നമുക്ക് അതിനുള്ള ഗുണങ്ങളും ഏറെയാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ഇതാണ് മഹിഷാസുരമർദ്ദിനിയുടെ ഇത് പറഞ്ഞു. അതാണ് ഒരു ഐതിഹ്യം എന്ന് പറയുന്നു. വേറൊരു ഇതിൽ ദുർഗാപൂജയ്ക്കുള്ളത് ദുർഗൻ എന്ന് പറഞ്ഞ ഒരു മഹാസുരനെ ദേവി വധിച്ചിട്ട് ആ ദേവന്മാരെ എല്ലാം രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് അവരുടെ ദേവന്മാരുടെ സങ്കടം തീർത്തുകൊണ്ടാണ് ദുർഗാഷ്ടമിയായിട്ട് അവര് അതിനെ ആഘോഷിക്കുന്നത്. ദുർഗയെല്ലാം അത് ഭയങ്കര ഇതാണ്. നമ്മുടെ ഇവിടുത്തെ പോലെയല്ല ഉത്തർപ്രദേശിലെല്ലാം ഈ ദുർഗാഷ്ടമി, അല്ലെങ്കിൽ ഇതിൽ പറയുന്നത് നമ്മൾ അതിനെ ദുർഗാഷ്ടമി, അതായത് ശക്തിയുടെയും മഹാനവമി സർവമംഗളത്തിന്റെയും വിജയദശമി വിജ്ഞാനത്തിന്റെയും പ്രതീകങ്ങളായിട്ടാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ സീതയെ പിരിയേണ്ടി വന്ന ശ്രീരാമചന്ദ്രന് രാവണനെ വധിക്കാനുള്ള അനുഗ്രഹം കൊടുത്തത് രാമൻ ആ ദേവീ പൂജ നവമി ദിനത്തില്, ദേവീ പൂജ ശരൽക്കാലത്തെ നവമി ദിനത്തിലാണ് ഈ ശ്രീരാമൻ ദേവീ പൂജ ചെയ്ത് ആ സംപ്രീതയായ ദേവി രാമന്റെ മുമ്പില് പ്രത്യക്ഷയായിട്ട് അനുഗ്രഹം കൊടുത്ത് അതിനുള്ള രാവണനെ വധിക്കാൻ സാധിക്കില്ല. അപ്പോൾ ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് രാമൻ ഈ രാവണനെ വധിച്ചത്. അതുകൊണ്ടും അങ്ങനെ പല ഐതിഹ്യങ്ങളാണുള്ളത്.
അതുപോലെ മഹാനവമി ദിവസമൊക്കെ ദേവി വിഗ്രഹങ്ങളൊക്കെ എഴുന്നള്ളിച്ച് റോഡിൽ കൂടെയൊക്കെ എല്ലാം എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് അതിനെല്ലാം സമുദ്രത്തിലെ ഒഴുക്കുന്നതായിട്ടുള്ള വളരെ വിശിഷ്ടമായിട്ടുള്ള ചില ആചാരങ്ങളെല്ലാം ചിലയിടത്തുണ്ട്. ഈ എല്ലാം പറഞ്ഞു. എല്ലാം വിജയദശമി ദിവസമാണ് നമ്മൾ ആയുധ പൂജ, അതുപോലെ തന്നെ പുസ്തക പൂജ ഇതെല്ലാം നടത്തി എല്ലാം തിരിച്ചെടുക്കുന്നത് പറഞ്ഞു. ഈ എന്താണ് കുട്ടി ആ ദിവസം പൂജ എടുത്തു കഴിഞ്ഞാൽ അതിനുശേഷമാണ് കുട്ടികളെ പൂജയ്ക്കിരുത്തുന്നത്. നമ്മുടെ നാട്ടിൽ അതിനാണ് ഏറ്റവും പ്രാധാന്യം. കുട്ടികളെ ഇരുത്തണതാണ് പൂജയ്ക്ക്. അല്ലെങ്കിൽ വിജയദശമി ദിവസമാണ് കുട്ടികളെയൊക്കെ എഴുത്തിനിരുത്തുന്നത്. അങ്ങനെ കാരണവന്മാരുടെയോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ആചാര്യന്മാരുടെയോ അറിവുള്ളവരുടെയോ പണ്ഡിതന്മാരുടെയോ എല്ലാം മടിയിൽ കുട്ടിയെ ഇരുത്തി ഒരു മോതിരം കൊണ്ടെല്ലാം ആ നാവില് ഹരിശ്രീ ഗണപതിയെ നമ എന്ന് എഴുതിച്ച് അതിനുശേഷം അരിയില് എല്ലാ അക്ഷരങ്ങളും എഴുതിക്കുന്ന അറിവിന്റെ ലോകത്തേക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആ പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ എല്ലാ ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ ദേവീ ക്ഷേത്രങ്ങളിലും ഇതെല്ലാം വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഇവിടെ നടത്തുന്ന ഇതിൽ നവരാത്രി 9 ദിവസവും പൂജകൾ നടത്തുന്ന അമ്പലമാണ് ചോറ്റാനിക്കര, മൂകാംബിക, അങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങൾ. നമ്മുടെ ഇപ്പോൾ ഇതിൽ ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിൽ നവരാത്രി കൊടികയറും. അത് ഭയങ്കര ഉത്സവമാണ്. അതിനും കാരണമുണ്ട്. അതായത് ഒരിക്കൽ ശങ്കരാചാര്യര് ആ അമ്മയെ എന്താണ് നമ്മുടെ ചോറ്റാനിക്കരയുടെ പ്രാധാന്യം എന്നും കൂടി അതിൽ വരേണ്ടത്. നവരാത്രി ദിവസങ്ങളിൽ ഏറ്റവും സ്മരിക്കേണ്ടതാണ് അമ്മയെ. അമ്മ ദുർഗാദേവിയായിട്ടല്ല, അതിരാവിലെ സരസ്വതി ദേവിയാണ്. അതിന് കാരണം എന്താണ്? ശങ്കരാചാര്യയാണ് ദേവിയെ പ്രസാദിപ്പിച്ച് എൻ്റെ കേരളത്തിലേക്ക് വരണമെന്ന് ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവരികയാണ്. അമ്മ സമ്മതിക്കും, ശരി ഞാൻ വരാം, പക്ഷേ എന്താണ് നീ മുൻപിൽ നടന്നോളൂ, ഞാൻ പിന്നാലെ വരാമെന്നാണ് പറയുന്നത്. പിന്നാലെ വന്നു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ഒരു കണ്ടീഷനുണ്ട്, ഒരിക്കൽ പോലും നീ തിരിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ വരില്ല. അതനുസരിച്ച് ശങ്കരാചാര്യർ അമ്മയുമായി അമ്മ പുറയിലായിട്ട് നടന്നു പോകും. കുറേ കാട്ടിൽ കൂടെയൊക്കെയാണ് അന്ന് വഴി എല്ലാം നടന്നാണ് വരണേ. ആ കാട്ടിൽ കൂടെ നടന്ന് നമ്മളിപ്പോൾ ആ മൂകാംബി ഇവിടെയുള്ള കൊല്ലൂര് ആ സ്ഥലം വരുമ്പോൾ അമ്മ പതുക്കെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി തൻ്റെ ചിലമ്പിൻ്റെ ശബ്ദം ഒന്ന് ഇല്ലാതാക്കും. കുറേ നേരമൊക്കെ ശ്രദ്ധിക്കും. പക്ഷേ പുറയിൽ കൂടെ ഏറ്റവും പണ്ഡിതനാണല്ലേ, ആചാര്യസ്വാമികളെ പറ്റി പറയാനില്ല. സാധാരണ മനുഷ്യൻ്റെ പോലെയല്ല. ചിലമ്പിൻ്റെ ശബ്ദം കേൾക്കാണ്ടാകുമ്പോൾ ദേവിയെ ഒന്ന് വന്നോ, എൻ്റെ പറഞ്ഞത് തെറ്റിച്ചോ എന്നുള്ളൊരു സംശയം മനസ്സിലുണ്ടാക്കി ഒന്ന് തിരിഞ്ഞു നോക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നിൽക്കും. ഇനി അമ്മ ഞാൻ വാക്ക് നീ പാലിച്ചില്ല, ഞാൻ പോരുന്നില്ല എന്ന് പറയുന്നത്. അതാണ് ഇന്നത്തെ കൊല്ലൂരുള്ള മൂകാംബിക ക്ഷേത്രം. ഞാനിവിടെ വസിച്ചോളാം എന്ന് പറയും. സങ്കടമായി തൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് വന്നില്ലല്ലോ. ആ സങ്കടം കണ്ടിട്ട് ആ കാലിൽ വീണ് അപേക്ഷിച്ചനുസരിച്ച്, ശരി ഞാൻ നിനക്ക് ഒരു ഇത് മാത്രം തരാം. അതായത് ഏറ്റവും രാവിലെയുള്ള ആ പൂജയ്ക്ക് ഞാൻ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ എത്തിക്കോളാം, അതിനുശേഷം കൊല്ലൂരിക്ക് വന്നോളാം എന്നുള്ള കണ്ടീഷനിലാണ്. അപ്പം ഇപ്പോഴും ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ വെളുപ്പാങ്കാലത്ത് നട തുറക്കുന്ന ആ സമയം, ആ 3 മണി 4 മണി സമയത്ത് സരസ്വതി ദേവിയാണ് അവിടെ പൂജിക്കുന്നത്. കണ്ടൊരിതിൽ വെള്ള ഇതാണ് ഉടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ രുദ്രാക്ഷമാല അണിഞ്ഞുള്ള മഹാസരസ്വതിയാണ് അവിടെ പൂജിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇവിടുന്ന് ആദ്യത്തെ ഇതിൽ പ്രഭാതത്തിന് നമ്മൾ നട അടച്ചാൽ അപ്പോഴാണ് കൊല്ലൂര് നട തുറക്കുള്ളൂ. മൂകാംബിക ക്ഷേത്രത്തിൽ നട തുറക്കുള്ളൂ. അത്രയും വിശിഷ്ടമായ ചോറ്റാനിക്കര ഇതിൽ കാണാം. അതുകൊണ്ടാണ് ഈ നവരാത്രി ഉത്സവത്തിന് ഇവിടെ ഏറ്റവും പ്രാധാന്യം. അതിന് ഇത്രയും പറഞ്ഞു. അത് യാദേവി സർവഭൂതേഷു വിദ്യാരൂപേണ സംസ്ഥിതേ നമസ്തസ്മൈ 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 നമോ നമഃ. ഇങ്ങനെ ഒരു തുടക്കക്കാരൻ്റെ വിനയത്തോടും ഉന്മേഷത്തോടും ഈശ്വര സ്മരണയോടും കൂടി പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. വിജയദശമി കഴിഞ്ഞാൽ ദേവിയെ അമ്മയായും വിദ്യയായും മനസ്സും ഒക്കെ മനസ്സായും ഒക്കെ അമ്മയെ സ്തുതിക്കാറുണ്ട്. എല്ലാത്തിലും ഉപരി അമ്മ വാത്സല്യ സ്വരൂപിണിയായ അമ്മയാണ്. അമ്മയുടെ മടിത്തട്ടിലിരിക്കുന്ന കുഞ്ഞിന് വല്ല ഭയമുണ്ടോ? ഒരിക്കലും ഭയമില്ല. അങ്ങനെ ആയിരിക്കണം അമ്മയെ. അമ്മ നമ്മുടെ മക്കളാണ്. ഏത് തെറ്റ് ചെയ്താലും അമ്മ തെറ്റ് ചെയ്യണം എന്നല്ല പറയണേ, ഏത് തെറ്റും പൊറുക്കുന്ന അമ്മ. അതാണ്
ഈ ആ അമ്മയുടെ മടിത്തട്ടില് നമുക്ക് ഉല്ലാസമായിട്ടിരിക്കാം, ഒരു ഭീതിയും കൂടാതെ വസിക്കാം. ആ നവരാത്രി ഇത് പറയുകയാണെങ്കിൽ അത് 9 ദിവസത്തെ പൂജ അല്ലെങ്കിൽ നവരാത്രി പൂജ കൊണ്ട് എല്ലാ ഫലവും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ്. ഭുക്തിയും മുക്തിയും കൊടുക്കുന്നവളാണ്, മോക്ഷം കൊടുക്കുന്നവളാണ്, സ്വർഗസാഗരം എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇനി ഭൗതിക സുഖങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കണമെങ്കിൽ അതും തന്ന ദേവി നമ്മളെ അനുഗ്രഹിക്കും. അതുപോലെ ധന അഭിവൃദ്ധി, ആയുര ആരോഗ്യം, അതുപോലെ തന്നെ സ്വർഗപ്രാപ്തി, ഇതെല്ലാം ഈ നവരാത്രി പൂജ കൊണ്ട് നമുക്ക് നേടാൻ സാധിക്കും. വിദ്യാർത്ഥിക്ക് വിദ്യ, പുത്രാർത്ഥിക്ക് പുത്രൻ, അതുപോലെ തന്നെ ധനാർത്ഥിക്ക് ധനം, ഇതെല്ലാം നവരാത്രി വിധത്തിൽ കൊണ്ട് നമുക്ക് നേടാൻ കഴിയും. അതുപോലെ തന്നെ ഈ ജന്മം ദരിദ്രരായിരിക്കുക, കുട്ടികളില്ലാതിരിക്കുക, അതുപോലെ തന്നെ എല്ലാം എന്തെല്ലാം നമുക്ക് ദുഃഖങ്ങൾ വരുന്നുണ്ടോ അതെല്ലാം നമ്മൾ കഴിഞ്ഞ ജന്മത്തിലെ ദേവിയെ ഭജിക്കാത്തത് കൊണ്ട് ഉണ്ടായതാണ് എന്നാണ് ദേവി ഭാഗവതത്തിൽ നമ്മളോട് പറയുന്നത്. അതാണ് ഈ എത്ര നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും, ജന്മാന്തരങ്ങളിലായിട്ട് നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ഈ നവരാത്രി വ്രതം അനുഷ്ഠിച്ചാൽ നമ്മളുടെ ആ സർവ്വ പാപങ്ങളും തീർന്ന് നമുക്ക് എന്തെല്ലാണോ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ആ ജഗദീശ്വരിയായ അമ്മ നമുക്ക് തന്ന് നമ്മളെ സന്തോഷമാക്കും. അമ്മ എപ്പോഴും മക്കൾ സന്തോഷമായിട്ടിരിക്കാനാണ് ഒരു അമ്മ ആഗ്രഹിക്കുക. അത് അമ്മ തന്ന് നമ്മളെ എല്ലാവരെയും സന്തോഷിപ്പിക്കും എന്ന് പറഞ്ഞു. ഇതാണ് നവരാത്രി ഇതിനെപ്പറ്റി പറയാനുള്ളത്. അതുപോലെ തന്നെ ഇത് ഇപ്പോൾ പറഞ്ഞാൽ അത് നടക്കുമോ എന്നുള്ള ഒരു സംശയം, ഞാൻ ആഗ്രഹിച്ചത് നടക്കുമോ നവരാത്രി വ്രതം നോറ്റാൽ എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഒരു കഥയും പറയുന്നുണ്ട്. ഒരു കോസല രാജ്യത്തിൽ ഒരു ദരിദ്രനായ ഒരു ചെട്ടിയാരുണ്ടായിരുന്നു. ആ ചെട്ടിയാർക്ക് മക്കളുണ്ട്. നമ്മൾ ഇതിലെ കുചേലൻ്റെ കഥ പറഞ്ഞുള്ള ചെട്ടിയാർ ഭയങ്കര ദേവി ഭക്തനാണ്. എല്ലാം അങ്ങനെയുള്ള ഭക്തനായിട്ടുള്ള പോലും ദാരിദ്ര്യമാണ് മക്കൾക്ക് കൊടുക്കാനായിട്ടുള്ള, എന്താ വിശപ്പിന് ഒന്നും കൊടുക്കാനില്ല. അങ്ങനെ വളരെ വിഷമിച്ച് നടക്കുകയാണ്. എന്നാലോ നല്ല കർമ്മങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ, നല്ലവരാണ്, നല്ല മനസ്സുള്ളവരാണ്. അതാണ് കഴിഞ്ഞ ജന്മത്തിൻ്റെ പാപം കൊണ്ടാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണമാണ് അത് പറയുന്നത്. അതാണ് ദേവന്മാർക്ക് എന്തെങ്കിലും കിട്ടിയ ദേവന്മാർക്ക് കൊടുക്കും, പിതൃകർമ്മങ്ങളെല്ലാം ചെയ്യുക. അത്രയും നല്ലതായ ചെട്ടിയാര് ഇതിനു വേണ്ടി ഒരു ദിവസം ഇങ്ങനെ വന്നിരുന്ന് കരയുക, കുട്ടികളൊക്കെ കരയെന്ന് കേട്ടിട്ട് ആ ചെട്ടിയാരിങ്ങനെ പറയുമ്പോൾ ഒരാളതിൽക്കടെ വന്ന് ഒരു ദിവ്യനായ ഒരു പണ്ഡിതനായ ആൾ വന്ന് പറയും, പണ്ഡിതനോട് ചോദിക്കുകയാണ്, ഞാൻ ഈ ജന്മത്ത് വളരെ നല്ല കാര്യങ്ങൾ മാത്രമാണല്ലോ ചെയ്യുന്നത്, എന്നിട്ട് എനിക്ക് ഒരു നേരത്തെ എൻ്റെ കുട്ടികൾക്ക് വിശപ്പ് മാറ്റാനുള്ള ആഹാരം കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ എന്ന് കരഞ്ഞ് ഇത് പറയാണ്. അതുപോലെ തന്നെ വിവാഹപ്രായം എത്തിയ എൻ്റെ മക്കളുടെ, എനിക്ക് അധികം ധനമൊന്നും വേണമെന്നില്ല, പക്ഷെ ഇപ്പോൾ ഉള്ള ആ നിത്യവൃത്തിക്കുള്ള എൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുക അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുപോലും ഞാൻ എങ്ങനെ ഇത് നടത്തും, ഞാൻ മരിക്കുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ചിരിക്കും പറയാണ്. പറയണ ആൾ ഇത് പറഞ്ഞു കൊടുക്കുകയാണ്, നീ നവരാത്രി വ്രതം അനുഷ്ഠിക്കൂ, ആ ദേവിയെ ഭജിക്കൂ. ദേവിയെ കഴിഞ്ഞ ജന്മത്തിൽ ഭജിക്കാതിരുന്നതിൻ്റെ ഫലമാണ് നീ ഇന്നിപ്പോൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഈ ദേവി ഭജനത്തെ നവരാത്രി വ്രതം അനുഷ്ഠിച്ച് നീ നിന്റെ കഷ്ടകാലം എല്ലാം മാറി നിനക്ക് എല്ലാം തിരിച്ചു കിട്ടും എന്ന് പറയുന്നതിനനുസരിച്ച് ഈ വൈശ്യൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അത് നവരാത്രി വ്രതം നോറ്റ് അയാൾ വളരെ അതുപോലെ തന്നെ വേദപാരായണം, ജപഹോമാദികൾ ഇതെല്ലാം ചെയ്തു. ഭക്തിയോടുകൂടി ആ മന്ത്രം ജപിച്ചുകൊണ്ട് ആ വൈശ്യൻ നവരാത്രി വ്രതം ദേവിയെ ഭജിച്ചു. 9-ാം ദിവസത്തെ അർദ്ധരാത്രിയിൽ ദേവി അയാളുടെ മുമ്പിൽ പ്രത്യക്ഷയായി. അവന് വേണ്ടതെല്ലാം നൽകി, ആ വരങ്ങൾ നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ ആ ചെട്ടിയാരുടെ സങ്കടമെല്ലാം തീർന്നു എന്ന് പറഞ്ഞ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് ആ നവരാത്രി വ്രതത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ മാഹാത്മ്യം അവസാനിക്കുന്നത്. ആ മായാവസ്ത്രം അണിഞ്ഞവളാണെങ്കിലും ദേവി ശക്തി സ്വരൂപിണിയാണ്. ദേവിയെ ആരാധിച്ചാൽ മായയിൽ നിന്നെല്ലാം നമുക്ക് മുക്തി നേടാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ത്രീത്വത്തിൻ്റെ ഭാവങ്ങൾ വേറൊന്ന് പറഞ്ഞാലെന്നാണ്, സ്ത്രീ പൂജിതയാണ്. എവിടെയെല്ലാം നാരി പൂജ നടത്തുന്നുണ്ടോ അവിടെയെല്ലാം എല്ലായിടത്തും അഭിവൃദ്ധി ഇതെല്ലാം ഉണ്ടാകും. അതുപോലെ തന്നെ ദേവി നാരിയാണ്. ആ നാരി പൂജയ്ക്ക് സ്ത്രീകളെ പൂജനീയരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയും കൂടി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദേവി ആ പ്രപഞ്ച മാതാവിനെ അല്ലെങ്കിൽ അമ്മമാരെ നമുക്ക് ആ സമയത്ത് പൂജിക്കാം.
അമ്മ ഏത് ഭാവത്തില് അമ്മ, ഏത് ഭാവത്തിലാണോ അമ്മ അതില്, അതാണ് സർവഭൂതേഷു. അമ്മ എല്ലാ രൂപത്തിലും എല്ലാവരിലും അമ്മയാണ് നമ്മൾ പൂജിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നവരാത്രി എല്ലാം അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അതിനെ പറ്റി ഒന്നും പറയാൻ സാധിക്കില്ല. എങ്കിലും ഒരു ചെറിയ അറിവ് വെച്ച് അമ്മയെ പറ്റി കുറച്ച് പറഞ്ഞു എന്നും ആ ജഗദീശ്വരിയെ പറ്റി കുറച്ചെല്ലാം പറഞ്ഞു, കുറച്ച് നമ്മളൊന്ന് അറിഞ്ഞത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ ജഗദീശ്വരിയുടെ തൃപ്പാദങ്ങളിൽ എല്ലാ വാക്കുകളും എല്ലാം സമർപ്പിക്കുന്നു. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതിർ സ്വഭാവാത് കരോമേദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ദേവി അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ.